ഹായ് ഫ്രണ്ട്സ്, GB വിഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പുതിയ എപ്പിസോഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ പാഠത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗമാണ്. മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ എനിക്ക് തോന്നുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ട നമ്മുടെ ഹോർമോണുകളും ഗ്രന്ഥികളും അവയുടെ ഹോർമോണുകളും ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് നമ്മളതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം പറയട്ടെ, അത് പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് ഇത്രയും ഗ്ലാൻഡ്സേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയും ഹോർമോൺസ് മാത്രമേ ഉള്ളൂ എന്ന ചോദ്യം വേണ്ട. അങ്ങനെയല്ല. നമ്മുടെ സിലബസിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഹോർമോൺ സിസ്റ്റത്തെ ഒന്ന് പരിചയപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം നമ്മളവിടെ ക്ലോസ് ചെയ്യുക, മനുഷ്യ അന്തസ്രാവി വ്യവസ്ഥയെ നമ്മളവിടെ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ മറ്റു ജീവികളിലേക്ക് കൂടെ അറിയുക. അതിൽ ഈ സമൂഹമായി ജീവിക്കുന്ന, കൂട്ടമായി ജീവിക്കുന്ന ജീവികളിൽ അവരിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവരുടെ ഡെയിലി ലൈഫിന് വളരെയേറെ സഹായിക്കുന്ന ചില ഹോർമോണുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ ഹോർമോണുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഫെറമോൺസ് എന്നാണ് പറയുന്നത്. സമൂഹ ജീവിതം നയിക്കുന്ന ജീവജാലങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ കൂട്ടമാണ് ഫെറമോൺസ് എന്ന് പറയുന്നത്. ഫെറമോൺസ് ആർ സർട്ടൻ കെമിക്കൽസ് വിച്ച് പ്രൊഡ്യൂസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം എന്നാണ് പറയുന്നത്. ഫെറമോൺസിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ അതാണ്. സർട്ടൻ കെമിക്കൽസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം. ഒരു ജീവിയുടെ പുറത്തേക്ക്, ശരീരത്തിന്റെ പുറത്തേക്ക് സ്രവിപ്പിക്കപ്പെടുന്ന, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസിന്റെ പേരാണ് ഫെറമോൺസ്. അവിടെ നമ്മൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ ഹോർമോൺസ് ആൻഡ് ഫെറമോൺസ്? ഹോർമോൺസും ഫെറമോൺസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായുമുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. ഹോർമോൺസ് ആർ എൻഡോക്രൈൻ. All the hormones are produced inside the body of an organism. ഇൻസൈഡ് നമ്മുടെ ഇന്നർ സറൗണ്ടിങ്സിലേക്കാണ് മറ്റു ഹോർമോൺസ്, നമ്മൾ പഠിച്ചിരിക്കുന്ന ഹോർമോൺസ് മുഴുവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബട്ട് ദ ഫെറമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് എൻ ഓർഗാനിസം. ദേ ആർ എക്സോക്രൈൻ എന്നാ പറയാം. എക്സോക്രൈൻ, ശരീരത്തിന്റെ പുറത്തേക്ക്. ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ ഹോർമോൺസ് ആൻഡ് ഫെറമോൺസ്. ബോത്ത് ആർ കെമിക്കൽസ്. കെമിക്കലാണ്, അതിനകത്ത് ഡൗട്ടില്ല. ഫെറമോൺ ആണെങ്കിലും ഹോർമോൺ ആണെങ്കിലും കെമിക്കൽസ് ആണ്. വ്യത്യാസം എന്താണ്? ഫെറമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് ദേ ആർ എക്സോക്രൈൻ ആൻഡ് നോർമൽ ഹോർമോൺസ് ആർ എൻഡോക്രൈൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് ഫെറമോൺസ്. ഫെറമോൺസിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയാണ് ഫെറമോൺസ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഫെറമോൺസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ വേ, വഴി മനസ്സിലാക്കാൻ, പോകുന്ന വഴി മനസ്സിലാക്കുന്നതിന് ഫെറമോൺസ് സഹായിക്കുന്നു. ഓർക്കുക, നമ്മുടെ കാര്യമല്ല പറയുന്നത്, നമ്മൾ ഒഴികെയുള്ള മറ്റു ഓർഗാനിസംസിന്റെ കാര്യമാണ് പ്രധാനമായിട്ടും. ഹ്യൂമൻ ബോഡിക്കകത്ത് ഉണ്ട്, അത് അവസാനം പറയാം. പക്ഷെ അതർ ഓർഗാനിസംസ്, കോളനി ആയിട്ട് ജീവിക്കുന്ന അതർ ഓർഗാനിസംസിന്റെ കാര്യമാണ് ടു ഫൈൻഡ് ഔട്ട് ദ വേ, ടു ഫൈൻഡ് ഔട്ട് ദ എനിമി, ശത്രുവിനെ തിരിച്ചറിയുക. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫുഡ്, ഫുഡ് എവിടെയാണ് തിരിച്ചറിയുക, ഫുഡിന്റെ സ്ഥാനം തിരിച്ചറിയുക. ടു ഫൈൻഡ് ഔട്ട് ദ പ്രേ, ഇരയെ തിരിച്ചറിയുക. ഇതൊക്കെയാണ് പ്രധാനം. ടു ഇൻവൈറ്റ് ദ മേറ്റ്, ടു അട്രാക്ട് ദ മേറ്റ്, ഓപ്പോസിറ്റ് സെക്സ്, ഇണയെ ആകർഷിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഹോർമോൺസിന്റെ ഫംഗ്ഷൻ. നമുക്ക് ഓരോന്നും ചെറുതായിട്ട് പരിശോധിക്കാം. എങ്ങനെയാണ് ഈ ഹോർമോൺസ്, ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻസിനെ എങ്ങനെയാണ് സഹായിക്കുന്നത്? അപ്പോൾ നമ്മൾ ഉറുമ്പിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഉറുമ്പിനെ ശ്രദ്ധിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്, ഉറുമ്പ് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള മധുരമുള്ള കുറച്ച് പദാർത്ഥം, മിഠായിയോ ലഡുവോ മറ്റെന്തൊരു സാധനങ്ങൾ എവിടെയെങ്കിലും വീണ് പോയാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്ക് ഒരുപാട് ഉറുമ്പുകൾ വന്നു ചേരുന്നത് കാണാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുമല്ലോ, എവിടെയെങ്കിലും മധുരപലഹാരങ്ങളാവുമ്പോഴേക്കും വളരെ പെട്ടെന്ന് ഒരുപാട് ഉറുമ്പുകൾ ആ ഭാഗത്തേക്ക് വരുന്നു. എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ മധുരപലഹാരം വീണിരിക്കുന്ന, സ്വീറ്റ്സ് വീണിരിക്കുന്ന ആ ഭാഗത്ത് ഏതെങ്കിലും ഉറുമ്പാദ്യം ഉണ്ടായിരിക്കും. ആ ഉറുമ്പുകൾ ഈ ഫുഡ് കണ്ടെത്തുകയും അവരുടൻ തന്നെ ഫെറമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും.
ആ ഫിറമോൺസിന്റെ സ്മെല്ല്, ദാറ്റ് ഈസ് ദ റീസൺ ഫോർ അതർ ആൻഡ്സ്, മറ്റു ഉറുമ്പുകൾ അങ്ങോട്ട് വരാനുള്ള കാരണം അതാണ്. ആ ഫെറമോൺസിന്റെ സ്മെല്ല് ആ സറൗണ്ടിങ്സിൽ സ്പ്രെഡ് ചെയ്യുകയും അതൊരു മെസ്സേജ് ആയിട്ട് മറ്റ് ആൻഡ്സ് സ്വീകരിക്കുകയും അവര് ആ എന്തിന് നേരെയാണ് അവർ വരുന്നത്? ഈ ഫെറമോൺസിന്റെ നേരെയാണ്. ഫെറമോൺസ് എവിടെയാണ്? ഫുഡിന്റെ അടുത്താണ്. ഓക്കെ, അങ്ങനെ ഫുഡിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി അങ്ങനെ വരുന്ന ഉറുമ്പുകൾ അവിടെ നിന്ന് ഇരുന്ന് മുഴുവൻ കഴിക്കുകയല്ലോ ചെയ്യുന്നത്. അതൊന്നും നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അവിടെ നിന്ന് ആ ഫുഡ് കംപ്ലീറ്റ് കഴിച്ചിട്ട് പോകണം ചെയ്യുക. അല്ല, അവരെന്ത് ചെയ്യും? അവർ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി അത് മാറ്റിയിട്ട് കൊണ്ടുപോകാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന വഴി അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഉറുമ്പുകൾ പോകുന്നത് ഒരു പ്രത്യേക വഴിയിലൂടെയാണ്, ആണല്ലോ. കൃത്യമായ ഒരു പാത ഉണ്ടായിരിക്കും അവർക്ക്. എല്ലാ ഉറുമ്പുകളും ആ ഒരു കൃത്യമായ പാതയിലൂടെ, ഒരു വളവുണ്ടെങ്കിൽ എല്ലാവരും വളവിലൂടെയാണ്. കുറെ ആൾക്കാർ നേരെ പോകുന്നില്ല. ഒരു പട്ടാള ക്യാമ്പിൽ ചെന്ന പോലെയാണ്. കൃത്യമായിട്ടൊരു പരേഡാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ ഈ ഉറുമ്പുകളൊക്കെയും ഈ കൃത്യമായ പാത പിന്തുടരാനുള്ള കാരണം ഈ പാതയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫെറമോൺസ് ആണ്. മുന്നിൽ പോയിരിക്കുന്ന ആൻഡ്സ്, ഉറുമ്പുകൾ ഈ പാതയിലുടനീളം ഫെറമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. That pheromone is the reason to find out the way to the other ants. ആ ഫെറമോൺസ് ആണ് മറ്റു ഉറുമ്പുകൾക്ക് ഇതിന് സഹായിക്കുന്നത്, ഈ വഴി തിരിച്ചറിയാൻ സഹായിക്കുക. അപ്പൊ ആ ഫിറമോണിലൂടെയാണ് എല്ലാ ഉറുമ്പുകളും പോകുന്നത്. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ വേ. നിങ്ങൾ ഇങ്ങനെ ഒരു വരി കാണുന്ന സമയത്ത് ഒരു കാര്യം ചെയ്തു നോക്കൂ. ഒരു കൈ കൊണ്ട് നിങ്ങൾ അമർത്തി ഒന്ന് വരച്ചു നോക്കുക. അങ്ങനെ വരച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് അവിടെ ഒരു മാറ്റം സംഭവിക്കും. ഇങ്ങനെ നേരെ പട്ടാള ക്യാമ്പിലെ മാർച്ച് പാസ്റ്റ് പോലെ പോയിരുന്ന ഉറുമ്പുകൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ആ യൂണിഫോമാലിറ്റി, ആ മൂവ്മെന്റിന്റെ യൂണിഫോമാലിറ്റി പോകുന്നു. അവർ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മളിവിടെ വരച്ചപ്പോൾ, ആഞ്ഞു വരച്ചപ്പോൾ ഇവിടെ നേരത്തെ എന്തുണ്ടായിരുന്നു? ഫെറമോൺസ് ഉണ്ടായിരുന്നുവല്ലോ. നമ്മൾ വരച്ച സമയത്ത് സ്വാഭാവികമായും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? ആ ഫെറമോൺസ് ലോസ് ചെയ്തു. ഫെറമോൺസ് ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, ആ പാലം തകർന്ന പോലെയാണ്. ഫെറമോൺസ് പോയ സമയത്ത് ഈ കണ്ടിന്യൂറ്റി ഓഫ് ദ വേ, അല്ലെ, ഈ ആ വഴിയുടെ തുടർച്ച നഷ്ടപ്പെട്ടു. ആ വഴിയുടെ തുടർച്ച കാണാത്തതുകൊണ്ടാണ് ഉറുമ്പുകൾ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ ഇവർ വേറൊരു വഴിയിലൂടെ സഞ്ചാരം തുടരും. പുതിയൊരു പാലം ഉണ്ടാക്കുന്നു. എന്തുപയോഗിച്ചുകൊണ്ട്? ഫെറമോൺസ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഇതാണ് ടു ഫൈൻഡ് ഔട്ട് ദ വേ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ വീടുമായി ചേർത്ത് വായിച്ചാൽ എക്സാമിന് ഉണ്ടായിരിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇപ്പോ നമ്മൾ ദിവസവും അടിച്ചു വാരി തുടച്ചു വൃത്തിയാക്കാറ്, വീടൊക്കെ തുടച്ചു വൃത്തിയാക്കാറുണ്ടല്ലോ. തറ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നമ്മൾ എന്തെങ്കിലും ഫ്രാഗ്രൻസ് ഉള്ള ഒഡിയോഫറസ് ആയിട്ടുള്ള നമ്മുടെ സ്മെല്ലുണ്ടാകുന്ന തരത്തിലുള്ള സാധനങ്ങൾ, എന്തെങ്കിലും പദാർത്ഥങ്ങൾ, അല്ല ഡെറ്റോൾ ആണെങ്കിലും ഫെനോൾ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു കാരണം അത് ഡിസിൻഫെക്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്, ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി മൈക്രോബിയൽ ആണ് അത്തരം ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൂടെ രണ്ടാമത്തെ ഒരു കാരണം ഈ സ്മെല്ല്, നമ്മൾ ചേർക്കുന്ന ലിക്വിഡിന്റെ സ്മെല്ല് ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം ദ സ്മെൽ ഓഫ് ഫെറമോൺസ്. അത് ഫെറമോൺസിന്റെ സ്മെല്ലിനെ ഓവർകം ചെയ്യും എന്ന് പറയുമ്പോൾ തലേ ദിവസം നമ്മുടെ റൂമിൽ, നമ്മുടെ അടുത്തളത്തില് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫെറമോണിന്റെ സ്മെൽ, ആ സ്മെല്ലാണ് പിറ്റേ ദിവസവും ഉറുമ്പുകളെ നമ്മുടെ വീട്ടിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ആ സ്മെല്ലാണ്. അപ്പൊ നമ്മൾ അവിടെ ഈ സ്മെല്ലുള്ള എന്തെങ്കിലും, ഫ്രാഗ്രൻസ് ഉള്ള എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചുകൊണ്ട് ആ തറ തുറച്ച് വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ഫെറമോണിന്റെ സ്മെല്ലിനെ കവച്ചുകൊണ്ടെന്ന് കാണുന്നുണ്ട്. ഈ പറഞ്ഞ ലിക്വിഡിന്റെ സ്മെൽ ഉണ്ടായിരിക്കും. അപ്പോൾ താൽക്കാലികമായി നമ്മുടെ വീട്ടിലേക്കുള്ള ഉറുമ്പുകൾക്കുള്ള വഴി അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. ഇനി ജന്മത്താ ഉറുമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല എന്നല്ല, അങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റില്ല. തൽക്കാലം ഉറുമ്പുകളുടെ ശല്യം ഒന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ എന്തെങ്കിലും ഡെറ്റോളോ ഫിനോളോ പോലുള്ള സാധനങ്ങൾ ചേർക്കുന്നതിന്റെ പിന്നിലെ ബയോളജി ഇതാണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ വേ. നെക്സ്റ്റ്, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഇൻവൈറ്റ് ദ പ്രേ, ഇൻവൈറ്റ് ദ ഓപ്പോസിറ്റ് സെക്സ്, അട്രാക്ട് ദ ഓപ്പോസിറ്റ് സെക്സ്. മെയ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, അതിന്റെ എന്തിനെ, ഓപ്പോസിറ്റ് സെക്സിനെ, ഇണയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇവർ ഫെറമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് എല്ലാ ഓർഗാനിസംസും ഫെറമോൺസ് പ്രൊഡ്യൂസ്. അവിടെ മെയ്റ്റിംഗ് പീരീഡ് ആവുന്ന സമയത്ത്
മറ്റോ അതർ ഓർഗാനിസംസിന്റെ ഒരു പർട്ടിക്കുലാരിറ്റിയാണ്. ഒരു മീറ്റിങ്ങിന് ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ടായിരിക്കും. ആ പീരീഡ് ആവുന്ന സമയത്ത് ഫീമെയിൽ ബോഡിയിൽ നിന്ന് ഫെറമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് അതിന്റെ മെയ്റ്റിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. മെയ്റ്റിങ്ങിനെ സഹായിക്കുന്നു. ഇണ ചേരുന്നതിനും സന്താനോൽപാദനത്തിനും എന്ത് സഹായിക്കുന്നുണ്ട്? ഫെറമോൺസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ടു ഗിവ് ദ അലാം, അപായ സൂചന നൽകുന്നതിന് സഹായിക്കുന്നു. ഗിവ് ദ അലാം, അതിന്റെ കൂടെ ചേർത്ത് നമുക്ക് വായിക്കാം. ടു ഫൈൻഡ് ഔട്ട് എന്താണ് ശത്രുക്കളെ, അവയുടെ ശത്രുക്കളെ തിരിച്ചറിയുന്നതിന് ഈ ഫെറമോൺസ് സഹായിക്കുന്നുണ്ട്. അത് രണ്ടും ചേർത്ത് വായിക്കണേ. അതായത് ടു ഗിവ് ദ അലാം, അപായ സൂചന നൽകാൻ സഹായിക്കുന്നു. അപായ സൂചന നൽകുന്ന എപ്പോഴാണ്? ഒരു അപകടം ഉണ്ടാകുന്ന സമയത്താണ്, ഒരു എനിമി വരുന്ന സമയത്താണ്. അപ്പൊ അങ്ങനെ അലാം നൽകുന്നതിന്, അപകട സൂചന നൽകുന്നതിനും ഫെറമോൺസ് സഹായിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു തേനീച്ചക്കൂട്ടിൽ, ഒരു വലിയ തേനീച്ചക്കൂട്ടിൽ കല്ലെറിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കടന്നൽക്കൂട് നശിപ്പിക്കുന്ന സമയത്ത് എത്ര ശ്രദ്ധിച്ചാണ് നമ്മൾ ആ പ്രോസസ്സ് ചെയ്യാറുള്ളത്. ഒരു ചെറിയ കടന്നൽക്കൂടാണെങ്കിൽ പോലും അല്ലെ, ആരെങ്കിലും ചെന്നിട്ട് വടിയെടുത്ത് ഓരോ കടന്നലിനെയും കുത്തി കൊല്ലാറുണ്ടോ? ഇല്ല. നമ്മളതിന് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കത്തിച്ച് ഓടി രക്ഷപ്പെടുക ചെയ്യാം. അവിടെ നിന്ന് കഴിഞ്ഞാലുള്ള അപകടം എന്താണ്? ഇത്ര കടന്നൽ കൂടാണെങ്കിലും തേനീച്ച കൂടാണെങ്കിലും അത് ഇളകുന്ന സമയത്ത് അവിടെ നിന്ന് കഴിഞ്ഞാലുള്ള അപകടം എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു തേനീച്ച, ഏതെങ്കിലും ഒരു കടന്നല് നമ്മളെ കുത്തിയാൽ ബാക്കി ആ കൂട്ടത്തിലുള്ള മുഴുവൻ കടന്നലുകളും നമ്മെ കുത്താനാണ് സാധ്യത. അതെങ്ങനെയാണ്? അവിടെയാണ് ഫെറമോണിന്റെ കളി. നമ്മൾ ആദ്യം കുത്തുന്ന തേനീച്ച നമ്മുടെ ബോഡിക്കകത്ത് ഫെറമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർ ഇൻജെക്ട് ചെയ്യാണ് ഫെറമോൺസ്. ആ ഫെറമോണിന്റെ സ്മെല്ല്, ആ സ്മെല്ലാണ് മറ്റ് തേനീച്ചകളെയും അല്ലെങ്കിൽ കടന്നലുകളെയും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാം. അപ്പൊ ആ ഫെറമോണിന്റെ സ്മെല്ലിലുള്ള ഒരു മെസ്സേജ് ഉണ്ട്. എന്താണത്? ഞാനൊരു എനിമിയെ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്നൊരു ഇൻവിസിബിൾ മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് കിട്ടുന്ന ബാക്കി എല്ലാവരും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാൻ കാരണമാകുന്നു. അങ്ങനെ എല്ലാവരും നമ്മളെത്തും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ അപൂർവമായി ഒരു വാർത്ത ഇങ്ങനെയാണ്. അതായത്, കാട്ടിൽ തേനെടുക്കാൻ പോയ ആദിവാസി യുവാവ് തേനീച്ച കുത്തേറ്റു മരിച്ചു. വളരെ അപൂർവമായി കാണുന്ന വാർത്തയാണ്. അപ്പൊ അതിനകത്തുള്ള സംഭവിക്കുന്ന ഇതാണ്, ഒരു തേനീച്ച, എല്ലാവരും കൂട്ടിലെ തേനീച്ച കംപ്ലീറ്റ് അദ്ദേഹത്തെ കുത്തുകയാണ്. തേനീച്ചയിൽ വിഷമുണ്ട്, പോയിസണസ് ആണ്. പക്ഷെ അത് വളരെ മൈന്യൂട്ടാണ്. ഒരു തേനീച്ചയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിസണേ ഉള്ളൂ. പക്ഷെ ഒരു 1000 തേനീച്ച ഒന്നിച്ചു വരുന്ന സമയത്ത് ഒരാളെ കൊല്ലാനുള്ള വിഷമായി മാറിയേക്കാം. അപ്പൊ തേനെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തേനീച്ച കൂടെ ഇളകുകയും ഒരു തേനീച്ച അദ്ദേഹത്തെ കുത്തുകയും ആ കുത്തിയ തേനീച്ച ഫെറമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഫെറമോൺ ബാക്കി എല്ലാ തേനീച്ചകളെയും അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ സഹായിക്കുകയും കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് ടു ഗിവ് ദ അലാം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായും ഫെറമോൺസിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഫങ്ഷൻസിനൊന്നും ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തിന്റെ ആവശ്യമില്ല, ഒരു ഫെറമോണിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഒരു അപായ സൂചന നൽകണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കബിൾ ലാംഗ്വേജ് ഉള്ളതുകൊണ്ട്, അല്ലെ, വ്യക്തമായ ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ആ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അപകടം നടന്നാൽ ആ അപകടം മറ്റുള്ളവരെ വിളിച്ചറിയിക്കാൻ കഴിയുന്നുണ്ട്. കണ്ടും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും വഴി മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ഫുഡിന്റെ സ്ഥാനം കണ്ടെത്താൻ നമുക്ക് നമ്മുടെ ബുദ്ധി, കണ്ണും മൂക്കും ഒക്കെ സഹായിക്കുന്നുണ്ട്. അല്ലെ, ഇതിനൊന്നും ഇതിന്റെ ആവശ്യമില്ല, ഫെറമോൺസിന്റെ ആവശ്യം ഇല്ല. അതാണ് നമ്മളിൽ ഈ ഹോർമോണിന്റെ ആക്ടിവിറ്റി വളരെ പരിമിതമായി മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റു കോളനിയായിട്ട് ജീവിക്കുന്ന ജീവജാലങ്ങളിലൊക്കെയും ഈ ഫെറമോൺസ് വളരെ വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഇതാണ് നമുക്ക് ഫെറമോൺസ്. അപ്പോൾ ഫെറമോൺ കൂടെ കഴിയുമ്പോഴേക്കും അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആനിമൽ ഹോർമോൺസിന്റെ പോർഷൻ കഴിയുകയാണ്. ആനിമൽ ഹോർമോൺസ് എന്ന പോർഷൻ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്തത് പറയാനുള്ളത് പ്ലാന്റ് ഹോർമോൺസിനെ സംബന്ധിച്ചാണ്. പ്ലാന്റ് ഹോർമോൺസ്, ജന്തുക്കളിൽ ഹോർമോൺ സിസ്റ്റം ഉള്ളതുപോലെ തന്നെ പ്ലാന്റ്സിലും ഒരു ഹോർമോൺ സിസ്റ്റം ഉണ്ട്. നമ്മുടെ അത്രയും ഡെവലപ്ഡ് അല്ലെങ്കിലും നമ്മളിലിപ്പോൾ ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ ക്യാരി ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടിങ് മീഡിയ ഉണ്ട്, ഒക്കെ ഉണ്ട്. അത്തരം സംവിധാനങ്ങളൊന്നും പ്ലാന്റ്സിലില്ല. അവിടെ ഒരു ഗ്ലാൻഡ് കാണാൻ സാധിക്കില്ല. അവിടെ ഗ്ലാൻഡ് ഇല്ല. ഗ്ലാൻഡ് ഇല്ല എന്ന് മാത്രമല്ല, ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ മീഡിയ ഇല്ല. അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല അവിടെ. മെരിസ്റ്റമാറ്റിക് സെൽസിൽ നിന്നാണ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് അല്ല.
പ്ലാന്റിന്റെ ഗ്രോയിങ് പോർഷൻസിൽ കാണപ്പെടുന്ന സെൽസ് ആണ്. ആ സെൽസിൽ നിന്ന് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് ഡിഫ്യൂഷൻ വഴി അതെല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യം കൊണ്ടുപോകല്ല, അതിന്റെ ഡെൻസിറ്റി കൂടിയ ഭാഗത്ത് നിന്ന് ഡെൻസിറ്റി കുറഞ്ഞ ഭാഗത്തേക്ക്, അല്ലെ, സാന്ദ്രത കൂടിയ ഭാഗത്ത് നിന്ന് സാന്ദ്രത കുറഞ്ഞ ഭാഗത്തേക്ക് അത് ഊസസ് ഔട്ട് ചെയ്താണ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് പ്രധാനമായും 5 ടൈപ്പ് ഹോർമോൺസ് ആണ് നമുക്ക് ആക്ച്വൽ ഹോർമോൺസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്സിൻ, സൈറ്റോകിനിൻ, ജിബറലിൻ, അബ്സസിക് ആസിഡ്, എഥിലിൻ. ജിബറലിൻ, സൈറ്റോകിനിൻ, ഓക്സിൻ, എഥിലിൻ ആൻഡ് അബ്സസിക് ആസിഡ്. These are the plant hormones. വിവിധ പ്ലാന്റ്സിൽ വിവിധ സമയങ്ങളിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് വിവിധ ഫങ്ഷൻസിന് സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ഈ പറഞ്ഞ ഹോർമോൺസ്. അതൊക്കെയാണ് ജിബറലിൻ, സൈറ്റോകിനിൻ, ഓക്സിൻ, എഥിലിൻ, അബ്സസിക് ആസിഡ്. ഓർഡർ ഇങ്ങനെ തന്നെ വായിക്കാം. ഒന്നുകൂടെ പറയാം: ജിബറലിൻ, സൈറ്റോകിനിൻ, ഓക്സിൻ, എഥിലിൻ ആൻഡ് അബ്സസിക് ആസിഡ്. ഇങ്ങനെ തന്നെ വായിക്കാം. ഈ 5 ഹോർമോൺസ് ആണ് പ്ലാന്റിൽ കാണപ്പെടുന്ന പ്ലാന്റിന്റെ അതിന്റെ ഫങ്ഷൻസ്, വിവിധ ഫങ്ഷൻസിന് സഹായിക്കുന്ന ഹോർമോൺസ്. നമുക്ക് ഓരോ ഹോർമോണിന്റെയും ഫങ്ഷന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നോക്കാം. നമുക്ക് ഇവിടെ ആ 5 ഹോർമോൺസും പിന്നെ ഏതൊക്കെ രീതിയിലാണ് പ്ലാന്റ് ഗ്രോത്തിനെ സഹായിക്കുന്നത് എന്നതിന്റെ ഏതാണ്ട് ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, അതിൽ ഒന്നാമത്തെ ജിബറലിനാണ്. ഫസ്റ്റ് പ്ലാന്റ് ജിബറലിനാണ്. ജിബറലിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന 2 പിക്ചേഴ്സ്, ഇത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് അല്ല എങ്കിൽ നോക്കൂ, ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരു പ്ലാന്റ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ജേർമിനേഷൻ ഓഫ് സീഡ്, വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ജിബറലിൻ. ജസ്റ്റ് വളർന്നു വരുന്നേ ഉള്ളൂ. ആൻഡ് ഇത് സ്റ്റോർഡ് ഫുഡിനെ, സീഡിനകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്ന ഫുഡിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ സഹായിക്കുക കൂടെ ചെയ്യുന്ന ഹോർമോണാണ് ജിബറലിൻ. സ്റ്റോർഡ് ഫുഡിനെ ഡിസോസിയേറ്റ് ചെയ്ത് ജേർമിനേഷനെ, വിത്ത് മുളയ്ക്കുന്നതിനെ സഹായിക്കുകയും ലീഫ് ഫോർമേഷൻ, ഇല വിരിയാൻ തുടങ്ങുകയാണ്, ആ ലീഫ് ഫോർമേഷനെ സഹായിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് ജിബറലിൻ. അതാണ് ആ പിക്ചർ കാണിച്ചിരിക്കുന്നത്. വിത്ത് മുളച്ചു വരികയും ലീഫ് വിരിഞ്ഞു വരികയും ചെയ്യുന്നത്. ഇതാണ് ജിബറലിൻ, ഏറ്റവും ഫണ്ടമെന്റൽ ഹോർമോൺ. ഓക്കെ, എന്താണ് അതിന്റെ സ്റ്റോർഡ് ഫുഡിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ജേർമിനേഷൻ ഓഫ് സീഡ്, ഇല വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, ഇല വിരിയുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു പ്ലാന്റ്, ഇപ്പൊ നമ്മള് കാഷ്യൂനട്ട് അതല്ലെങ്കിൽ അങ്ങനെയുള്ള പുളിയോ അല്ലെങ്കിൽ ചക്കക്കുരു ഒക്കെ മുളച്ചു വരുന്ന സമയത്ത് ശ്രദ്ധിച്ചെന്ന് കാണാം. മുളച്ചു വരുന്ന സമയത്ത് ഇപ്പൊ ഈ ചക്കക്കുരു ഒക്കെ എന്താ ചെയ്യുന്നത്? കുറച്ച് പൊന്തി കഴിഞ്ഞാൽ ആ ചക്കക്കുരു പൊട്ടിക്കീറി 2 പാർട്ടായിട്ട് മാറി ആ ചെടിയുടെ താഴെ ഉണ്ടാവും. അത് ആ ചെടി പ്ലാവിന്റെ ചെടി ഒരു നിശ്ചിത വലുപ്പം എത്തുന്നത് വരെ അതവിടെ ഉണ്ടാവും. ആ ചക്കക്കുരുവിൽ നിന്നുള്ള അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂട്രിയൻസിനെ ഈ പ്ലാന്റ് അബ്സോർബ് ചെയ്യും. ആ ന്യൂട്രിയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു നിശ്ചിത വലുപ്പം വരെ, വലിയ പ്ലാന്റ് ആവില്ല, ഒരു നിശ്ചിത വലുപ്പം വരെ ഈ പ്ലാന്റ് വളരുക. പുളിയെടുത്താൽ ശ്രദ്ധിക്കാം, കടല എടുത്താൽ കാണാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കശുവണ്ടി എടുത്താൽ കാണാൻ പറ്റും. കശുവണ്ടിയൊക്കെ മുളച്ചു വരുമ്പോൾ അതിന്റെ ആ ഉള്ളിലുള്ള പരിപ്പ്, അല്ലെ, ചെടിയുടെ 2 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതെടുത്ത് കഴിക്കാൻ നല്ല രസമാണ്. കഴിക്കരുത്. കാരണം എന്താണ്? ആ പരിപ്പ് എന്തിനു വേണ്ടിയാണ്? ഈ കശുവണ്ടി നിശ്ചിത വലിപ്പം വരുന്നത് വരെയുള്ള അതിന്റെ ഫുഡാണ്. ആ ഫുഡ് കാലക്രമേണ ഡിസോസിയേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് അത് ഉപയോഗപ്പെടുത്തും, ഈ പ്ലാന്റ് ഉപയോഗപ്പെടുത്തും. അങ്ങനെ അതിലുള്ള കംപ്ലീറ്റ് ന്യൂട്രിയൻസും കഴിയുമ്പോഴാണ് ഉണങ്ങി കരിഞ്ഞു പോവുക. ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡിനെ ഡിസോസിയേറ്റ് ചെയ്യാനും ജേർമിനേഷനെ സഹായിക്കാനൊക്കെ കഴിയുന്ന ഹോർമോണാണ് ജിബറലിൻ എന്ന് പറയുന്നത്. 2 ഓക്സിൻ. നേരത്തെ പറഞ്ഞ അതിന്റെ ചെറിയ മാറ്റം. ഓക്സിന് സെൽ ഗ്രോത്തിനെ സഹായിക്കുന്നു. കുറച്ചുകൂടെ വലുതാവാൻ തുടങ്ങുന്നുണ്ട് പ്ലാന്റിന്റെ ഗ്രോത്ത് കൂടുകയാണ്. സെൽ ഗ്രോത്തും സെൽ ഫോർമേഷനും
കോശ വളർച്ചയും പുതിയ കോശങ്ങളുടെ രൂപീകരണവും, ആ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് പ്ലാന്റ് ഗ്രോത്ത് നടക്കുക അല്ലെ. പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ഉള്ള കോശത്തിന്റെ ഗ്രോത്ത് നടക്കുകയും ചെയ്യുമ്പോഴാണ് പ്ലാന്റിന്റെ ഗ്രോത്ത് നടക്കുന്നത്. ഇപ്പൊ കോശ വളർച്ച, സെൽ ഗ്രോത്ത് ആൻഡ് കോശ രൂപീകരണം, സെൽ ഫോർമേഷൻ, ഇത് രണ്ടും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. ആൻഡ് അഗ്രമുകുളത്തിന്റെ വളർച്ച, അപ്പിക്കൽ മെരിസ്റ്റം, അഗ്രമുകുളം ഏറ്റവും മുകൾ ഭാഗത്തുള്ള ടിപ്പിക്കൽ പോർഷന്റെ ഗ്രോത്തിനെയാണ്. ടിപ്പിക്കൽ പോർഷൻ വളരുമ്പോഴാണ് ചെടി നീളം വയ്ക്കുക. അപ്പൊ അപ്പിക്കൽ മെരിസ്റ്റത്തിന്റെ വളർച്ചയ്ക്കും അഗ്രമുകുളത്തിന്റെ വളർച്ചയ്ക്കും സഹായിക്കുന്നു ആര്? ഈ ഓക്സിൻ. എന്തൊക്കെയാണ്? സെൽ ഗ്രോത്തിനെ, കോശ വളർച്ചയെ സഹായിക്കുന്നു, സെൽ ഫോർമേഷൻ, സെല്ലിന്റെ പുതിയ സെല്ലിന്റെ രൂപീകരണത്തെ സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അപ്പിക്കൽ മെരിസ്റ്റത്തിന്റെ അഗ്രമുകുളത്തിന്റെ വളർച്ചയെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ, പഴങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്ന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിൻ. ദെൻ സൈറ്റോകിനിൻ. സൈറ്റോകിനിൻ പറയുന്നത് നേരത്തെ നമ്മൾ ഓക്സിന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെയും സൈറ്റോകിന്റെ കാര്യത്തിലും വരുന്നുണ്ട്. കോശ വളർച്ച വരുന്നുണ്ട്, കോശത്തിന്റെ വിഭജനം വരുന്നുണ്ട്, കോശത്തിന്റെ സ്പെഷ്യലൈസേഷൻ, സെൽ ഗ്രോത്ത് ഇവിടെയും വരുന്നുണ്ട്. അപ്പം പ്ലാന്റ് ഗ്രോത്തിനെ, ടോട്ടൽ ഗ്രോത്തിനെ സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് സൈറ്റോകിനിൻ. സെൽ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്, സെൽ ഡിവിഷനെ സഹായിക്കുന്നു, അതും പ്ലാന്റ് ഗ്രോത്തിന്റെ ലക്ഷണമാണ്. സെൽ ഡിവിഷനെ സഹായിക്കുന്നുണ്ട്. അതിന് കോശ വൈവിധ്യവൽക്കരണം, സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോഴേ പ്ലാന്റില് ഫണ്ടമെന്റലി ഉണ്ടാകുന്ന മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ട്. ആ മെരിസ്റ്റമാറ്റിക് സെൽസ് തന്നെയാണ് പിന്നീട് ക്രമേണ പല ടൈപ്പ് സെൽസ് ആയിട്ട് മാറുക. വിവിധ പ്ലാന്റ് സെൽസിനെ സംബന്ധിച്ച് നിങ്ങൾ, പ്ലാന്റ് ടിഷ്യൂസിനെ സംബന്ധിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. സൈലോം ഫ്ലോയൊക്കെ ഓർമ്മയുണ്ടല്ലോ. പാരൻ കൈമ, കോളൻ കൈമ, ക്ലോറൻ കൈമ, എയറൻ കൈമ തുടങ്ങിയ സാധനങ്ങളൊക്കെ, ഇതൊക്കെ സെല്ലിലുള്ള വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ടിഷ്യൂസ് ആണ്, സെൽസ് ആണ്. അപ്പം ആ സെൽസ് ഒക്കെ ഉണ്ടാകുന്ന എന്തിൽ നിന്നാണ്? ഈ പറഞ്ഞ മെരിസ്റ്റമാറ്റിക് സെൽസിൽ നിന്നാണ്. അപ്പൊ ആ മെരിസ്റ്റമാറ്റിക് സെൽസിനെ വിവിധ രൂപത്തിലേക്ക് മാറ്റുന്നതിന് ആര് സഹായിക്കുന്നുണ്ട്? സൈറ്റോകിനിൻ സഹായിക്കുന്നു. ഇതൊക്കെ വിവിധ ഭാഗങ്ങളിലൊക്കെയാണ്. എയറൻ കൈമയും കോളൻ കൈമയും ക്ലോറൻ കൈമയും പാരൻ കൈമയും ഒക്കെ കാണുന്ന വിവിധ ഭാഗങ്ങളിലാണ്. അതിന്റെ ഫങ്ഷൻസും വേറെ വേറെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ ഫണ്ടമെന്റൽ സെൽസിന്റെ ഡിഫറൻസിയേഷന്, വൈവിധ്യവൽക്കരണത്തിന് ആര് സഹായിക്കുന്നുണ്ട്? സൈറ്റോകിനിൻ സഹായിക്കുന്നു. ഓക്കെ. ദെൻ എഥിലിൻ. അടുത്താരാണ്? എഥിലിൻ ആണ്. എഥിലിൻ ഇലകളും പഴങ്ങളും ഒക്കെ പാകമാകുന്നതിന്, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് ആൻഡ് ലീഫ്, ഇലകളും പഴങ്ങളും ഒക്കെ പഴുത്തു വരുന്നതിന് സഹായിക്കുന്നു. പാകമാവുക, പഴുത്തു വരിക. അതിന്റെ അതിന്റെ അളവ് കൂടിയാൽ പഴങ്ങളും ഫലങ്ങളും ഒക്കെ കൊഴിഞ്ഞു വീഴുന്നതിന് സഹായിക്കുകയും ചെയ്യും. കൊഴിഞ്ഞു വീഴാൻ സഹായിക്കും. അപ്പോൾ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. അത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഫ്രൂട്ട് റൈപ്പനിങ്ങിന്, പഴം പഴുക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് എഥിലിൻ. പഴങ്ങളും ഇലകളും പഴുക്കുന്നതിന് കാരണമാകുന്നു. അളവ് കൂടുമ്പോൾ, ഇതിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഈ പഴങ്ങളും ഇലകളും ഒക്കെ കൊഴിഞ്ഞു വീഴുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് എഥിലിൻ. ദെൻ അബ്സസിക് ആസിഡ്. അബ്സസിക് ആസിഡ് പ്രധാനമായും ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാകമായ ഇലകളും പഴങ്ങളും കൊഴിഞ്ഞു വീഴാൻ സഹായിക്കുന്നു എന്നതാണ്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഇത് നല്ല പാകമായ, പക്വമായ, പഴുത്ത പഴങ്ങളെയും ഇലകളും, പഴുത്ത ഇലകളും പഴങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ തന്നെയും, നമ്മൾ എറിയാതിരുന്നാലും, പിന്നെ അണ്ണാരക്കണ്ണനോ കാക്കയോ കൊത്താതിരുന്നാലും ആ പഴവും ഇലയും വീണിരിക്കും. ചെറിയ കാറ്റ് മതി. അപ്പൊ ചെറിയ കാറ്റ് കോരാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചെറിയ കാറ്റിൽ പച്ച ഇലകളോ പച്ചപ്പഴങ്ങളോ വീഴാറില്ല. അപ്പൊ പഴുത്ത പഴങ്ങളും പഴുത്ത ഇലകളും ആ ചെറിയ കാറ്റിൽ വീഴാനുള്ള കാരണം ആ പഴങ്ങളുടെ തണ്ടിൽ അബ്സസിക് ആസിഡിന്റെ ആക്ടിവിറ്റിയാണ്. അങ്ങനെ ആക്ടിവിറ്റി അവിടെ പ്രവർത്തിക്കുകയും അത് പൊഴിഞ്ഞു വീഴുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ പറയുന്നത്, അപ്പൊ നമ്മള് മഴ പെയ്ത ഉടനെ നമ്മുടെ പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നല്ല കടുത്ത വേനൽക്കാലം കഴിഞ്ഞ് മെയ് മാസവും ഒക്കെ കഴിഞ്ഞ് ജൂൺ മാസമൊക്കെ ആകുമ്പോഴേക്കും മഴ പെയ്യുന്നു. മെയ് മാസം വരെ നമ്മുടെ പറമ്പിന്റെ ഒക്കെ അവസ്ഥ എന്താണ്?
ഡ്രൈ ആണ്, പുൽക്കോട് ഒരു പുൽനാമ്പ് പോലും കാണാൻ പറ്റില്ല. മലകളിലൊക്കെ അങ്ങനെ തന്നെയാണ്. ജൂൺ മാസത്തെ മഴ തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ ഡ്രൈ ആയ നമ്മുടെ പറമ്പും മലകളൊക്കെ അവസ്ഥ എന്താ? നല്ല പച്ചപ്പ് പുതച്ച മനോഹരിയായിട്ട് മാറുന്നു. ആരാണ് വിത്ത് കൊണ്ടുപോയിട്ടത്? ആരും കൊണ്ടുപോയിട്ടതല്ല. കഴിഞ്ഞ മഴക്കാലത്ത് അവിടെയൊക്കെ നല്ല ചെടികൾ ഉണ്ടായിരുന്നുവല്ലോ. ആ ചെടികളുടെയൊക്കെ വിത്ത് ആ മണ്ണിലുണ്ടായിരുന്നു, അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന വിത്ത് അവിടെ കേടുവരാതെ ഉറങ്ങിക്കിടക്കാൻ ഈ അബ്സസിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന വിത്താണ് പിന്നീട് മഴ പെയ്യുമ്പോൾ, അനുകൂല സാഹചര്യം വരുമ്പോൾ, ഒരു കണ്ടീഷൻ നന്നാവുന്ന സമയത്ത്, ഒരു പോസിറ്റീവ് കണ്ടീഷൻ വരുന്ന സമയത്ത് ആ ഉണങ്ങിക്കിടന്ന മണ്ണിലുള്ള വിത്ത് മുളയ്ക്കാൻ സഹായിക്കുന്നു. അപ്പൊ മണ്ണിൽ കിടക്കുന്ന സമയത്ത് ആ വിത്ത് കേടുകൂടാതിരിക്കുന്നതിന്, നശിച്ചു പോകാതിരിക്കാൻ ആരും കൂടെ സഹായിക്കുന്നുണ്ട്? അബ്സസിക് ആസിഡ് കൂടെ സഹായിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഇതാണ് നമുക്ക് പ്ലാന്റിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ജിബറലിൻ, ഓക്സിൻ, സൈറ്റോകിനിൻ, എഥിലിൻ ആൻഡ് അബ്സസിക് ആസിഡ്. ദീസ് ആർ ദ ഹോർമോൺസ് ഓഫ് പ്ലാന്റ് ഹോർമോൺസ്. പ്ലാന്റ് ഹോർമോൺസിന് നമുക്ക് സസ്യവളർച്ചാ നിയന്ത്രക വസ്തുക്കൾ എന്നുകൂടെ പറയാം. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഇത് പ്ലാന്റിൽ കാണപ്പെടുന്ന നോർമൽ ഹോർമോൺസിന് എക്സാമ്പിൾസ് ആണ്. സാധാരണ പ്ലാന്റിൽ കാണപ്പെടുന്ന ഹോർമോൺസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവയ്ക്ക് പകരമായി നമ്മളിപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഈ നോർമൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാത്തിരുന്നാൽ പലപ്പോഴും നമ്മുടെ ഈ കൃഷി ലാഭകരമായിക്കൊള്ളുന്നില്ല. കൃഷി എപ്പോഴും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഫീൽഡാണല്ലോ. കൃഷി ചെയ്യുന്ന ആൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആര് എന്ത് കൃഷി ചെയ്താലും ആ കൃഷി എന്താണോ കൃഷി ചെയ്യുന്നത് അതിൽ വിവിധ ഹോർമോൺസ് വിവിധ സമയങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അത് പിന്നെ വിവിധ ഈ പറഞ്ഞ പോലെ ലീഫ് ഉണ്ടാകുന്നതിനും റൂട്ട് ഫോർമേഷനും ഫ്രൂട്ട് ഫോർമേഷനും ഫ്രൂട്ട് റൈപ്പൺ ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഹോർമോൺസ് വിവിധ സമയങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പക്ഷേ അങ്ങനെ പ്ലാന്റ് സ്വയം ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാത്തിരുന്നാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് കൃഷിയെ അത്ര ലാഭകരമാക്കിക്കൊള്ളുന്നില്ല. പിന്നെ കുറെ ചെടി ഉണ്ടാകുമ്പോൾ ആ ഓരോ ചെടിയിലും പല സമയങ്ങളിലാണ് ഈ ഹോർമോൺ ഫോർമേഷൻ നടക്കുക. അപ്പൊ പല സമയങ്ങളിൽ ഹോർമോൺ ഫോർമേഷൻ നടക്കുമ്പോൾ പല സമയങ്ങളിലാണ് ഫ്രൂട്ട് ഫോർമേഷൻ നടക്കുക, പല സമയങ്ങളിലാണ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് നടക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് കൾട്ടിവേഷൻ, വിളവെടുപ്പ് പല സമയത്തായി പോവില്ലേ? അപ്പൊ അങ്ങനെ വരാൻ പാടില്ല, ഒരേ സമയത്തായിരിക്കണം കൃഷിയാകുമ്പോൾ. അപ്പൊ അങ്ങനെ നമ്മുടെ പറമ്പിലാണ് കൃഷി ചെയ്യുമെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു സമയത്ത് ഒരു സമയത്ത് കിട്ടാണ്ടിരിക്കുക നല്ലത് അല്ലെ? പല സമയത്ത് പഴുത്ത് കിട്ടിയ അത്രയും സൗകര്യവും നോ പ്രോബ്ലം. പക്ഷെ കുറെ ചെടി ഒന്നിച്ചേ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ജീവിതമാർഗമാക്കിയ കർഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃഷി ചെയ്യുന്ന ഏതാണ്ട് മുഴുവൻ വിളകളും ഒരേ സമയത്ത് വിളവെടുപ്പിന് സാധിച്ചാൽ, കൾട്ടിവേഷൻ സാധിച്ചാൽ അതാണ് ലാഭകരം. അതേ ലാഭകരമാവുകയുള്ളൂ. ഒരു 1000 വാഴ വെച്ചു എന്ന് കരുതുക. 1000 വാഴയിൽ ഓരോ ദിവസം 10 വാഴ അല്ലെങ്കിൽ ഒരു 5 വാഴ വീതം ഇങ്ങനെ പഴുത്തു തുടങ്ങിയാൽ ഇത് മാത്രമായിട്ട് കൊണ്ടുപോയി വിൽക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ട്രാൻസ്പോർട്ടിങ് ചാർജും മറ്റു അദ്ദേഹത്തിന്റെ എഫേർട്ടും ഒക്കെ വേസ്റ്റ് ആയി പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? ഒരേ സമയത്ത് എല്ലാ പഴങ്ങളും അദ്ദേഹത്തിന്റെ വിളവെടുപ്പ് ഒരുമിച്ചാവണം. വിളവെടുപ്പ് ഒരുമിച്ചാവണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ചില കൃത്രിമമായ മാർഗങ്ങൾ കൂടെ അവലംബിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ ചെടിക്കും നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ അത് വ്യത്യസ്ത സമയങ്ങളായി ഓരോ ചെടിക്കും ഓരോന്ന് ഇൻഡിവിജ്വൽ ആണല്ലോ. അപ്പൊ അതിന് പകരം ഒരു കൾട്ടിവേറ്റഡ് ഫീൽഡിലെ ഒരു പാടത്തെ ഏതാണ്ട് എല്ലാ ചെടികളിലും ഒരേ സമയം ഹോർമോൺ ഉൽപാദനം നടക്കുകയും ഒരേ സമയം ഫ്രൂട്ട് ഫോർമേഷൻ പഴം രൂപീകരണം നടക്കുകയും ഒരേ സമയം അവ പാകമാവുകയും ചെയ്യുമ്പോൾ മാത്രമേ അവ ഒരേ സമയം കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാവശ്യമായ ചില ടെക്നിക്കുകളാണ്, ചില വസ്തുക്കളെ, രാസപദാർത്ഥങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഈ ഒറിജിനൽ ഹോർമോണുകൾക്ക് പകരമായിട്ട്, സസ്യങ്ങളിൽ ഉപയോഗിക്കുന്ന സ്വാഭാവികമായ ഹോർമോണുകൾക്ക് പകരമായിട്ട് അവയുടെ ധർമ്മം നിർവഹിക്കാൻ കഴിവുള്ള മറ്റു ചില കൃത്രിമ ഹോർമോണുകളെ കൂടെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൃഷി ലാഭകരമാക്കാൻ വേണ്ടി തന്നെയാണ്. കൃഷി ലാഭകരമാക്കാൻ വേണ്ടി സ്വാഭാവിക ഹോർമോണുകൾക്ക് പകരമായി ചില കൃത്രിമ ഹോർമോണുകളും കൂടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത്തരം ചില കൃത്രിമ ഹോർമോണുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്.
ഓക്സിനുകൾ തീർച്ചയായിട്ടും ഈ പഴങ്ങൾ അകാലത്തിൽ പാകമാകുന്നതിന് മുൻപ് പഴങ്ങൾ പൊഴിഞ്ഞു വീഴുന്ന ഒരു സാധ്യത ഉണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ മാവിന്റെ താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പഴുത്ത പഴങ്ങളല്ലാതെ, പഴുത്ത മാങ്ങയല്ലാതെ മൂത്തതല്ലാത്ത മാമ്പഴങ്ങൾ വീട് കിടക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം അവസ്ഥകൾ ഒഴിവാക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന കൃത്രിമ ഓക്സിനുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ ആ കൃത്രിമ ഹോർമോൺ ഓക്സിൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്താ ചെയ്യാൻ പറ്റുക, ആ ഒരു പ്രയാസം അകാലത്തിൽ റൈപ്പനിങ് അല്ലാത്ത പാകമാവാത്ത പഴങ്ങളുടെ വീഴലിനെ അത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വേര് പിടിപ്പിക്കാൻ വേണ്ടി റൂട്ട് ഫോർമേഷന് ഈ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ചെടി നടുന്നതിന് മുൻപ് ചെടി നട്ടതിന് ശേഷം ഓക്സിൻ പ്രയോഗം, അതിൽ ആർട്ടിഫിഷ്യൽ ഓക്സിൻ ശ്രദ്ധിക്കണേ, ആർട്ടിഫിഷ്യൽ ഓക്സിൻ അതിനകത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് വേര് എളുപ്പം വരുന്നതിന് അത് സഹായിക്കുന്നു എന്നതാണ്. അതുപോലെ വീഡിസൈഡായിട്ട്, കളനാശിനിയായിട്ട് നമ്മൾ എന്താണ് മെയിൻ പ്ലാന്റ്, ആ പ്ലാന്റിന്റെ ഇടയിൽ ആവശ്യമില്ലാതെ വളരുന്ന മെയിൻ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന ന്യൂട്രിയൻസ്, അതിന്റെ വളമൊക്കെ വലിച്ചെടുത്ത് വളരുന്ന മറ്റു ചെടികളുണ്ടായിരിക്കും അൺവാണ്ടഡ്. ആ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, ഈ ആർട്ടിഫിഷ്യൽ ഓക്സിൻ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കാണ് സാധാരണഗതിയിൽ ഓക്സിനുകൾ കാർഷിക മേഖലയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. വേര് പിടിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പഴങ്ങളൊക്കെ അകാലത്തിൽ സമയമാകുന്നതിന് മുൻപ് പഴങ്ങളൊക്കെ പൊഴിഞ്ഞു വീഴുന്നത് തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിസൈഡായിട്ട്, കളകളെ നശിപ്പിക്കുന്ന ഒരു കളനാശിനിയായിട്ടും ഓക്സിനുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന് ജിബറലിനാണ് അടുത്ത ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺ ജിബറലിനാണ്. ജിബറലിൻ പറയുന്നത് ഈ മുന്തിരി, ആപ്പിൾ തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സിൽ അവന്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിന് ഈ ജിബറലിൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മുന്തിരിയുടെയും ആപ്പിളിന്റെയും ഒക്കെ വലിപ്പം കൂട്ടുന്നതിന് സഹായിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോണാണ് ജിബറലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് സൗകര്യത്തിന് വേണ്ടി പഴങ്ങൾ പഴുക്കുന്നത് കുറച്ചും കൂടെ നീട്ടി കിട്ടുന്നത്, കാരണം പഴുക്കൽ ആവശ്യമാണ്, പക്ഷെ നമ്മളിപ്പോ ഒരു ചില പഴങ്ങളൊക്കെ സീസണൽ പഴങ്ങളാണ്, ചില ഏരിയയിൽ മാത്രം ഉണ്ടാകുന്ന പഴങ്ങളുണ്ട്. അപ്പൊ ആ ഏരിയയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് വേണം നമ്മുടെ നാട്ടിലേക്ക് ആ പഴങ്ങൾ എത്തുന്നതിന്. പഴുത്ത പഴം ഇവിടേക്ക് കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ പീരീഡ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴേക്കും കേടുവരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി റൈപ്പനിങ് പീരീഡ് ടൈം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ജിബറലിൻ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, ആപ്പിള്, മുന്തിരി തുടങ്ങിയ പഴങ്ങളുടെ സൈസ് വർദ്ധിപ്പിക്കുന്നതിന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് സൗകര്യത്തിന് വേണ്ടി റൈപ്പനിങ് പീരീഡ് വർദ്ധിപ്പിക്കുന്നതിനും ആർട്ടിഫിഷ്യൽ ജിബറലിൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. മറ്റൊന്ന് എഥിലിൻ. പൈനാപ്പിൾ ചെടികളൊക്കെ ഒരേ സമയത്ത്, പൈനാപ്പിളൊക്കെ നമുക്ക് ഒരു ഏരിയയിൽ ഒന്നിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പൈനാപ്പിൾ ചെടികളൊക്കെ ഒരേ സമയം പഴുത്ത് കിട്ടുന്നതിന്, ഒരേ സമയം റൈപ്പൺ ചെയ്യുന്നതിന് നമുക്ക് ആർട്ടിഫിഷ്യൽ എഥിലിൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ എഥിലിൻ ഉപയോഗിക്കുന്നതോടുകൂടി ആ ഒരു ഏരിയയിലെ ഏറെക്കുറെ മുഴുവൻ പൈനാപ്പിൾ ചെടികളും ഒരേ സമയത്ത് പഴുപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിൾ, തന്നെ തക്കാളിയും, ചെറുനാരങ്ങ, ഓറഞ്ച്. പൈനാപ്പിൾ അത് പുഷ്പിക്കൽ പീരീഡ് ഒരുമിച്ച് ആക്കുക ചെയ്യുക. പുഷ്പിക്കുന്ന ഒരുമിച്ചാകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരുമിച്ച കായ ഉണ്ടാവുക, ഒരുമിച്ച പഴുക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് ഒരേ സമയത്തായിരിക്കും. അതോടൊപ്പം തന്നെ തക്കാളി, ചെറുനാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ ചെടികളും ഒരേ സമയം പഴുത്ത് കിട്ടുന്നതിന് വ്യാപകമായിട്ട് എഥിലിൻ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു നമ്മളെ റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു തരം എഥിലിനാണ് എഥിഫോൺ. റബ്ബർ മരങ്ങൾ, ലാറ്റക്സിന്റെ, റബ്ബർ പാലിന്റെ ഉത്പാദനം വ്യാപകമായിട്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഹോർമോണാണ് എഥിഫോൺ എന്ന് പറയുന്നത്. എഥിഫോൺ നമ്മൾ റബ്ബർ മരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് എഥിലിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും അത് റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അബ്സസിക് ആസിഡ്, പഴവർഗ്ഗങ്ങളൊക്കെ ഒരേ സമയത്ത് വിളവെടുക്കുന്നതിന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഹോർമോണാണ് അബ്സസിക് ആസിഡ്. അപ്പോൾ സ്വാഭാവികമായ ഹോർമോണുകൾക്ക് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എഥിലിനും എഥിഫോണും ജിബറലിനും അബ്സസിക് ആസിഡും ഒക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ച് കൾട്ടിവേഷൻ ഏതാണ്ട് ഒരേ സമയത്ത് ഉണ്ടാക്കുന്നതിന് നമ്മൾ വ്യാപകമായിട്ട് ഇത്തരം ഹോർമോൺസ് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും കൃഷിയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കുന്ന, കൃഷി ഒരു ഉപജീവന മാർഗമായിട്ട് എടുക്കുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഹോർമോണുകൾ ഒരു വലിയ അനുഗ്രഹമാണ്. അവരത്തരം ഹോർമോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കൾട്ടിവേഷൻ ഒരേ സമയത്താവുകയും അതുവഴി അവരുടെ വർദ്ധിപ്പിക്കുകയും ലാഭം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാവുകയും ചെയ്യും. ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് ഒക്കെയും അതിൻ്റെയൊക്കെ ഓവർ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഹോർമോൺ എന്ന് പറയുമ്പോഴേക്കും ബേജാറാവേണ്ട ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് സ്വാഭാവികമായിട്ടും ആവശ്യമായി വരുന്നതാണ്. പക്ഷെ അതിൻ്റെ വളരെ എക്സീഡഡ് യൂസേജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഹോർമോൺസ് ചില സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാൻ കാരണമാകുന്നതുകൊണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഇത്തരം കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരുപാട് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, തേർഡ് ചാപ്റ്ററിലെ ഹോർമോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തേർഡ് ചാപ്റ്റർ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹ്യൂമൻ ഗ്ലാൻഡ്സ്, ഹ്യൂമൻ ഹോർമോൺസ്, അതിൻ്റെ ഫങ്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട ഡിസീസസ്, ഫിറമോണ്, പിന്നെ പ്ലാൻ ഹോർമോൺസ്, പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന പ്ലാൻ ഹോർമോൺസ്. ഇത്രയായിരുന്നു ഈ ചാപ്റ്ററിന്റെ കണ്ടന്റ്. കാര്യമായി പ്രയാസമുണ്ടാക്കാത്തൊരു ചാപ്റ്ററാണ്. ഞാൻ നമ്മൾ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞ ഹോർമോണും അതിൻ്റെ റിസപ്റ്റേഴ്സുമായി ബന്ധപ്പെടുന്ന ഭാഗം ഒഴികെ കാര്യമായി പ്രയാസം ഉണ്ടാക്കാത്തൊരു ചാപ്റ്ററാണ്. പക്ഷെ കൺഫ്യൂഷൻ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. കാരണം നമ്മൾ 10ഓളം ഗ്ലാൻഡ് പറഞ്ഞു, 10ഓളം ഗ്ലാൻഡിന്റെ 20ഓളം ഹോർമോൺസ് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്ലാൻഡ്, അതിന്റെ ഹോർമോൺ, അതിന്റെ ഫങ്ഷൻ, അതിന്റെ ഡെഫിഷ്യൻസി, ഡിസീസസ് എന്ന രീതിയിൽ പഠിച്ചു പോവാതെ വന്നാൽ നമുക്കൊരു ഗ്ലാൻഡും ഹോർമോൺസ് തമ്മിലും ഗ്ലാൻഡ്സ് തമ്മിലും അങ്ങോട്ടോട്ട് ഷഫിൾ ചെയ്ത് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഒരു ചാർട്ട് വരയ്ക്കും നിങ്ങൾ. എങ്ങനെ? ഗ്ലാൻഡ്, ഹോർമോൺ, ഫങ്ഷൻ, ഡിസീസസ്, ഇങ്ങനെ ചാർട്ട് വരയ്ക്കുക. ഒരു ഗ്ലാൻഡ്, അതിന്റെ ഹോർമോൺസ്, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ ഡിസീസസ്, അങ്ങനെ കൃത്യമായി വരച്ച് തന്നെ പഠിക്കണം. കാണാതെ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വലിയ നിങ്ങളുടെ ഹൈ ഇന്റലിജൻസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ഒരു ചാപ്റ്റർ അല്ല. പക്ഷെ പലപ്പോഴും റിവിഷൻ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് നമ്മൾ ഫെബ്രുവരി മാസങ്ങളൊക്കെ വിവിധ സ്കൂളുകളിലായിട്ട് റിവിഷന് പോകുന്ന സമയത്ത് ഏത് ചാപ്റ്ററാണ് ആദ്യം എടുക്കേണ്ടത്, ആദ്യം റിവൈസ് ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഉത്തരം ഈ പറഞ്ഞ തേർഡ് ചാപ്റ്ററാണ്. അതിൻ്റെ പ്രയാസം ഞാൻ ഈ പറഞ്ഞതാണ്, കൺഫ്യൂഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് വരാം. അതുവരെ ഹാവ് എ നൈസ് ഡേ.